ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ പുറത്തുനിന്ന് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച 2 വമ്പൻ ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രമെത്തിയ ഉയർ എന്ന് പറയുന്ന സിനിമയാണ്. റോഷൻ മാത്യുവിനോടൊപ്പം തന്നെ ബൈജു സന്തോഷ്, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര, ശ്രുതി മേനോൻ, വിനീത് തട്ടി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുന്ന എം പത്മകുമാർ അണിയിച്ചിരിക്കിയ ചിത്രമായിരുന്നു ഉയർ എന്ന് പറയുന്ന സിനിമ. ഒരു പോലീസ് ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ പോകുന്ന ചിത്രം അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കി മുന്നേറുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 14 ലക്ഷം രൂപയാണ് ആദ്യ വർക്കിംഗ് ഡേയിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രം ആദ്യ ദിനം ചിത്രത്തിന് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 1,24 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭേദപ്പെട്ട മുന്നേറ്റം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഏകദേശം കേരള ബോക്സ് ഓഫീസിന് മാത്രം 96,60,000 രൂപയോളം ചിത്രം സ്വന്തമാക്കി. അതേസമയം ചിത്രം വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്തുമെന്ന് കണ്ടുതന്നെറിയാം. കാത്തിരിക്കാൻ ചിത്രത്തിലെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമ. അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാൽ തമിഴ് സൂപ്പർ താരം ആര്യാണ് ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രം എത്തിയത്. തമിഴിലും മലയാളത്തിലുമായിട്ട് ഒരുക്കിയ ചിത്രം ടിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം GN കൃഷ്ണകുമാർ ആയിരുന്നു ഡയറക്ട് ചെയ്തത്. ചിത്രത്തിന് തിരക്കഥ രചിച്ചത് മുരളി ഗോപിയായിരുന്നു. ആര്യക്കൊപ്പം തന്നെ മുരളി ഗോപി, ദേവ് മോഹൻ, ഇന്ദ്രൻസ്, ശരത്തപ്പാനി, നിഖില വിമല്, വിജയരാഘവൻ, സുനില് തുടങ്ങിയ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രത്തിൽ എന്നാൽ പ്രതീക്ഷിച്ച പോലത്തെ വലിയൊരു കളക്ഷനും വലിയൊരു വിജയവും സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം 16 ലക്ഷം രൂപയോളം മാത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊക്കെയുള്ള 5-ാം ദിനത്തിലോട്ട് കടന്നപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിലായിരുന്നു ഈ ഒരു ആര്യ ചിത്രം എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് 1,90,00,000 രൂപയോളം മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്ന് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. ഇന്ദ്രൻസ്, മധുബാല തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വർഷ വാസുദേവായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ഇരുവരോടൊപ്പം തന്നെ അപർണ ബാലമുരളി, തമ്പി രാമയ്യ, കാളി വെങ്കട്, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഏകദേശം 1 കോടി രൂപയോളം പിന്നിട്ട ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 11-ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഏകദേശം 7 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന ഒരു കൊച്ചു ചിത്രം തന്നെയാണ്. എന്നാൽ കൊച്ചു ചിത്രം എന്ന് പറയാൻ സാധിക്കത്തില്ല. ബാലൻ ദി ബോയ് എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം അണിയിച്ചൊരുക്കിയ ചിത്രമാണ് 2-ാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്നത്. നവാഗതയായ ഫർസാന പാരത്തിങ്ങൾ നായികയായിട്ട് എത്തിയ ചിത്രത്തിൽ അതിശേഷൻ, സിനാന്, ജീൻപോൾ ലാല്, ഗിരീഷ് ഷെഡി, ടൊവിനോ തോമസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 11-ാം ദിനമായിട്ടുള്ള 2-ാം തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലും 45 ലക്ഷം രൂപയോളം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 25 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ബോളിവുഡിൽ നിന്നുള്ള ചിത്രമാണ്. അക്ഷയ് കുമാർ, സുരേഷ് ഷെട്ടി, പരേഷ് റാവൽ, ജോൺ അബ്രാഹാം, അനിൽ കപൂർ, നാനാ പടേക്കർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമാണല്ലോ വെൽക്കം ടു ജംഗിൾ എന്ന് പറയുന്ന സിനിമ. അഹമ്മദ് ഖാനായിരുന്നു ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഏകദേശം 80 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം 285 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി. ഇതിനോടൊപ്പം തന്നെ ചിത്രം വിജയ് ചിത്രമായിട്ട് മാറുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മാ ഇന്ത്യ ബംഗാരം എന്ന് പറയുന്ന ഏറ്റവും പുതിയ സമന്ത ചിത്രമാണ്. ഇപ്പോഴത്തെ ചിത്രം തെലുങ്ക് ബോക്സ് ഓഫീസിൽ തകർപ്പൻ കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കുന്നത്. ചിത്രത്തിന്റെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യം 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 82 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രം 100 കോടി നേടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ. എന്തൊക്കെയാണ് വരും ആഴ്ചകളിൽ കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും OTT അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.